ദുരന്ത മേഖലയിൽ ജനകീയ തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ വ്യാപകമായ തെരച്ചിൽ. ക്യാമ്പിൽ കഴിയുന്നവരിൽ സന്നദ്ധരായ ആളുകൾ കൂടി ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട്ടിൽ നിന്നും അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുന്നു. അലക്സ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അലക്സ്, തുടങ്ങിക്കഴിഞ്ഞുവോ? എസ്കാൻ ജനകീയ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കൈ മേഖലയിലാണ് ഞാനുള്ളത്. പുഞ്ചിരിമട്ടം തൊട്ടപ്പുറത്താണ്. ഈ രണ്ടു മേഖലയിലേക്കും സന്നദ്ധ പ്രവർത്തകർ അതുപോലെ ഈ ദുരന്തബാധിതരുടെ ബന്ധുക്കളൊക്കെ ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അവർ സന്നദ്ധരാണെങ്കിൽ മാത്രം അവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അവർ കഴിഞ്ഞ ദിവസം, അതായത് മെനിഞ്ഞാന്ന് സമാനമായി തന്നെ ജനകീയ തെരച്ചിലുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ചൂരൽമലയിലേക്കൊക്കെ വന്ന ആളുകൾ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് മനസാന്നിധ്യമുള്ളവർ മാത്രമായിരിക്കും കടന്നു വരാൻ, അങ്ങനെ ഉറപ്പ് കൊടുക്കുന്നവർ മാത്രമായിരിക്കും കടന്നു വരാൻ സാധ്യതയുള്ളത്. അവരെ ഇവിടെ കൊണ്ടുവന്ന് അവർ നൽകുന്ന സൂചനകൾ, അവർ മാത്രമല്ല അവരുടെ ബന്ധുക്കൾക്കടക്കം ഇവിടെ വന്ന ഇത്തരം വിവരങ്ങൾ നൽകാം. അവർ പറയുന്നിടത്ത് ആ പരിശോധനയും ആ തിരച്ചിലും നടക്കും എന്നുള്ളതാണ് എസ്കേൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്കേൻ, വലിയ രീതിയിൽ ഈ മേഖലയിലാകെ ഒന്നടങ്കം തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് സന്നദ്ധ പ്രവർത്തകരാണെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എസ്കേൻ, നമ്മുടെ തൊട്ട് പിന്നിൽ ഉള്ള ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയാൽ അത് ആ ചെളി അടിഞ്ഞുകൂടിയ മേഖലയിലൊക്കെ വലിയ തോതിൽ സന്നദ്ധ നടത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലായി കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. എൻഡിആർഎഫിന്റെ സേനാ അംഗങ്ങളുണ്ട്, ഫയർഫോഴ്സിന്റെ സേനാംഗങ്ങളുണ്ട്, അതുപോലെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഉണ്ട്. അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ദുരന്ത ഭൂമിയിൽ, ആ കല്ലും മണ്ണും ഒക്കെ ചിതറിക്കിടക്കുന്ന ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവിധതരം വോളണ്ടിയേഴ്സിനെ കാണാം. പലയിടങ്ങളിലാണ് അവർ തിരച്ചിൽ നടത്തുന്നത്. മലമേഖലയിൽ തിരച്ചിൽ നടത്തുന്നവരെ നമുക്ക് കാണാം. അതുപോലെ ഈ പാറയിടിച്ചിൽ തിരച്ചിൽ നടത്തുന്നവരെ കാണാം. കമ്പും വടി ഉപയോഗിച്ച് ചെളിയിലും ചേറിലും ഒക്കെ തിരച്ചിൽ നടത്തുന്നവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവർ തിരച്ചിലിനായി വന്നവരാണ്, വോളണ്ടിയേഴ്സ് ആണ്, അത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകരാണ്. എവിടെ നിന്നാണ് വരുന്നത്? മലപ്പുറം. എത്ര പേരുണ്ട് നമ്മൾ സംഘം? ഞങ്ങൾ 55 പേര്. ഈ ജനകീയ തെരച്ചിലിന്റെ ഭാഗമാകാൻ എത്തിയതാണ്. ജനകീയ തെരച്ചിലിന്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം അനുസരിച്ച് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ എന്ന സംഘടനയാണ്. അതിന്റെ 55 പേരാണ് നമ്മളിവിടെ ഇന്ന് തെരച്ചിലിന് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യഘട്ടം മുതലോടെ ഉണ്ടോ? ആദ്യഘട്ടം മുതലുണ്ട്. ഓരോ ഷിഫ്റ്റായിട്ട് ദുരന്ത നിവാരണ സേനയുടെ കൂടെ തന്നെ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യലാണ്. അങ്ങനെ 30 പേര് 60 പേര് ആദ്യം ഘട്ടം മുതലുണ്ട്. ഓരോ ദിവസം മാറിക്കൊണ്ട് വരുന്നത്, കാരണം എല്ലാവരും ക്ഷീണിച്ചുമ്പോൾ വേറെ ടീം വരും, അങ്ങനെയാണ് വരുന്നത്. ഞാൻ മനസ്സിലായി, നിങ്ങൾ ആളെണ്ണത്തിലും കൂടുതലായിരുന്നു. അതുപോലെ വിവിധ ഇടങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പാലക്കാട് ടീം കൂടെ ഉണ്ട്, പാലക്കാട് ട്രോമാക്കാരൻ്റെ ടീമുണ്ട്. അവരൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ഇതിൽ തന്നെ 25 ആളെ പുഞ്ചിരിമട്ടം മേഖലയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി മുണ്ടക്കേൻ്റെ താഴത്തേക്ക് അങ്ങോട്ട് തരാനാണ് നമ്മുടെ നിർദ്ദേശമുള്ളത്. ഇത് ജനകീയ തെരച്ചിലായതുകൊണ്ടാണോ ഇത്രയും വലിയൊരു നമ്പർ എന്ന് വന്നത്? തീർച്ചയായിട്ടും ജനകീയ തെരച്ചിലായതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഇത് ഒരു മാസ തെരച്ചിലാണെന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചപ്പോൾ പരമാവധി ആളുകളെ കൊണ്ടുവന്ന് നമുക്ക് തരാനുള്ളതാണ്. പരമാവധി എന്തെങ്കിലും ബന്ധുക്കൾ നൽകുന്ന സൂചന അനുസരിച്ച് കണ്ടെത്താനാകുമെങ്കിൽ അതിൽ നമ്മുടെ പൂർണ്ണമായി നമ്മൾ അർപ്പണബോധത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും, കാരണം നമ്മൾ നിലവിൽ ചെയ്തതാണ് തന്നെ. അപ്പോൾ നമ്മുടെ നിലമ്പൂർ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആണെങ്കിലും ഇവിടെ ആണെങ്കിലൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ശരി, നടക്കട്ടെ. അത്തരത്തിൽ അത് മലപ്പുറത്ത് നിന്നുള്ളൊരു സംഘമാണ്. അവർ 55 പേരടങ്ങുന്ന സംഘമാണ് അവിടെ നിന്ന് എത്തിയത്. അവർ തിരച്ചിലിൻ്റെ ഭാഗമാകാൻ എത്തിയതാണ്. സ്കാൻ, ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ നമ്പർ ഇന്ന് ആളുകൾ, വോളണ്ടിയേഴ്സ് ഇവിടേക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ് സ്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവർ ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ അവർ ഇറങ്ങി ഈ പറയുന്ന തിരച്ചിൽ നടത്തുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ ചില ബന്ധുക്കൾ വന്നിരുന്നു. സ്കാൻ, നമ്മൾ ഈ നിൽക്കുന്ന മണ്ണ് ഒരു വീടായിരുന്നു എന്ന് അല്പം മുമ്പ് ഒരു ബന്ധു ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ. ഈ മുണ്ടക്കൈ പള്ളി ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്, ആ ബന്ധുവിൻ്റെ വീടാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചതെന്ന് ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് കടന്നുപോയത്. പക്ഷേ ഈ വീട്ടിലുണ്ടായിരുന്നവർ അപകട സമയത്ത് മാറി താമസിച്ചതിനാൽ അവരുടെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന വീട്, കട, അവരുടെ സ്വത്ത് വകകളെല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് ഈ ഭൂമി തന്നെ ഇതായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പല സമയത്തും ഇവിടെ ബന്ധുവീടുകളിലൊക്കെ വരാറുണ്ടായിരുന്നവരാണ് നേരത്തെ കടന്നുപോയത്. അവർ പറയുന്നത് ചെറിയൊരു കൈത്തോട് മാത്രമായിരുന്നു ഒഴുകിയിരുന്നത്. അത് ഭൂമി രണ്ടായി പിളർന്നതുപോലെ കാണുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ ദുഃഖം പറയുന്നു, സങ്കടം പറയുന്നത്. അത്തരം ആളുകൾ കൂടി എത്തുന്നുണ്ട്. അതായത് വിവിധ കൽപ്പറ്റ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള ഈ മേഖലയിൽ താമസിച്ച ആളുകളുടെ ബന്ധുക്കൾ കൂടി എത്തുന്നുണ്ട്. ഇത്തരം സൂചനകൾ സന്നദ്ധ പ്രവർത്തകർക്കോ വോളണ്ടിയേഴ്സിനോ അതല്ല ഈ ദൗത്യസേനയുടെ ഭാഗമായി തിരച്ചിൽ നടത്തുന്ന സേനാംഗങ്ങൾക്കോ നൽകുന്നതിന് വേണ്ടി വരുന്നുണ്ട്. സ്കാൻ, ഞാൻ നിൽക്കുന്ന മുണ്ടക്കൈക്ക് തൊട്ട് മുന്നിൽ വലിയ തോതിൽ തിരച്ചിൽ സമാനമായി തിരച്ചിൽ നടക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വയനാട്ടിൽ നിന്ന് ചേർന്നത്.